ഞാൻ എങ്ങനെയാണ് എൻ്റെ എമർജൻസി ഫണ്ട് പ്ലാൻ ചെയ്യുന്നതെന്നും അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിക്ഷേപിക്കാനുള്ള പണം എങ്ങനെയാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത് എന്നുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് ഞാനാണ്. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 6 മാസത്തേക്ക് ഉള്ള ജീവിത ചെലവുകൾ വളരെ സേഫ് ആയിട്ടും വളരെ പെട്ടെന്നും കിട്ടുന്ന രീതിയിലുള്ള പണമാക്കി സൂക്ഷിക്കണം എന്ന് നമ്മൾ പറയാം. അതിനെയാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുക. അപ്പൊ എന്റെ കേസിൽ എനിക്ക് ഒരു 6 മാസത്തെ ചെലവിനുള്ള ഒരു പൈസ അങ്ങനെ എന്നുള്ള രീതിയിൽ കീപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ കീപ്പ് ചെയ്യാറുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഫണ്ട് എന്നുള്ള രീതിയിലാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു കറക്ഷൻ വരുന്ന സമയത്തൊക്കെ സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളും ഒക്കെ ബൾക്കായിട്ട് വാങ്ങിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു സമയത്ത് നമ്മുടെ ആ കയ്യിലുള്ള ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അത് വാങ്ങാറുള്ളത്. എൻ്റെ ഒരു ടോട്ടൽ ഫിനാൻഷ്യൽ അസറ്റിന്റെ അല്ലെങ്കിൽ ടോട്ടൽ സ്റ്റോക്ക് പ്ലസ് മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയുടെ ഒരു 10% ഞാൻ എപ്പോഴും ഇങ്ങനെ ക്യാഷ് ആയിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെന്നെങ്കിൽ സ്റ്റേജ് ബൈ ഇങ്ങനെയായിട്ട് അത് ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ 6 മാസത്തെ എക്സ്പെൻസിനുള്ള പൈസ എമർജൻസി ഫണ്ട് എന്നുള്ള രീതിയിലും കീപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ 2 തുകകളും കൂടിയിട്ടുള്ള കാര്യം ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ചെയ്യാറുണ്ട്. ഈ പൈസ എമർജൻസി ഫണ്ട് ആയാലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഫണ്ട് ആയാലും നമ്മൾ എളുപ്പം കിട്ടുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള സംഗതികളിൽ ഇടണം എന്നുള്ളതാണ്. ലിക്വിഡിറ്റി ഉണ്ടാവണം, അതുപോലെ സേഫ്റ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിനോ അതിന്റെ ടാക്സേഷനോ ഒന്നും വലിയൊരു കാര്യം കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന രീതിയും ഒരു ഐഡിയൽ രീതിയും തമ്മിൽ ഇതിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ഫിനാൻസ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ ഒരു കംഫർട്ടിനും കൺവീനിയൻസിനും അനുസരിച്ചാണ്. അതുകൊണ്ട് ഞാൻ ഫോളോ ചെയ്യുന്ന രീതി ആദ്യം പറയാം, പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു രീതിയും പറഞ്ഞുതരാം. ഞാൻ ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് നിക്ഷേപങ്ങൾ വഴിയാണ്. അതായത് ബാങ്കിലെ SB, ബാങ്കിലെ FD, ബാങ്കിലെ RD. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 1-2 മാസമൊക്കെ ജീവിക്കാനുള്ള പൈസ 3-4 ബാങ്ക് അക്കൗണ്ടുകളിലായിട്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ കൂടിയ കാലത്തേക്ക് ഉള്ള ഒരു നിക്ഷേപമൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ 4 ഫാമിലി മെമ്പേഴ്സിന്റെ പേരിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ പല ഡ്യൂറേഷനുകളിൽ ലാഡറിങ്ങിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ലാഡറിങ് രീതിയിൽ പല സമയങ്ങളിൽ മെച്ചുർ ആവുന്ന രീതിയിൽ, എന്നാൽ നമ്മൾക്ക് പൈസ എടുക്കുന്ന സമയത്ത് വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ എടുക്കുന്ന രീതിയിൽ ഉള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകളും പല അക്കൗണ്ടുകളിലായിട്ട് കീപ്പ് ചെയ്യുകയാണ്. ഇത് കൂടാതെ ഈ ഒരു എമർജൻസി കോർപ്പസും നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഫണ്ടും വലുതാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ മാസവും ഒരു നിശ്ചിത തുക 2-3 റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ വഴിയും നമ്മൾ നിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ സേവിങ്സ് ബാങ്ക് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ഇൻട്രസ്റ്റ് ആണ് തരുന്നത് എന്നുണ്ടെങ്കിലും നമ്മൾക്ക് നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ചോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡിൽ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴിയോ UPI വഴിയോ ഒക്കെ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് പൈസ കിട്ടി കാര്യം നടത്താനായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുന്നതിനായിട്ട് നമ്മൾ അതിന്റെ ഒരു നെക്സ്റ്റ് സെറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് വഴി ചെയ്യുന്നുണ്ട്. ഈ 2 പൈസയും ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനായിട്ട് നമ്മൾ റിക്കറിംഗ് ഡെപ്പോസിറ്റും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു രീതിയാണ് ഞാൻ എൻ്റെ എമർജൻസി ഫണ്ടിനും എൻ്റെ ഈ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഫണ്ടിനുമായിട്ട് നിക്ഷേപിക്കുന്നത്. പക്ഷെ ഇതൊരു ഐഡിയൽ വേ ആണെന്ന് ഞാൻ പറയില്ല. ഐഡിയൽ വേ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ സേവിങ്സ് ബാങ്കും ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകളും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകളുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നെങ്കിൽ ഈ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകളെയും ഒരു പരിധിവരെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളെയും ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിട്ടേൺ എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. സേവിങ്സ് അക്കൗണ്ട് തന്നെയാണ് ഐഡിയൽ. പിന്നെ നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടോ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടോ പോലുള്ള ഡെറ്റ് ഫണ്ടുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അതിൽ അക്യുമുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഷോർട്ട് ടേം ഫണ്ടുകൾ അതുപോലെ കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടുകൾ പോലുള്ള ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൈസ എടുക്കുന്നത് വരെയും സാധാരണ മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നത് പോലെ എന്നാൽ സേഫ് ആയിട്ട് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഗുണം അതിനുണ്ട്. അതാണ്
ഒരു ഐഡിയൽ വേ. പക്ഷെ എനിക്ക് എന്റെ സ്പെസിഫിക് കാര്യങ്ങളിൽ വേറെ രീതിയിൽ ഞാൻ മാനേജ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് രണ്ട് തരത്തിലും ചെയ്യാം. അതായത് SB, FD, RD, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഈ മൂന്നിന്റെയും കോമ്പിനേഷനോ അല്ലെങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പ്ലസ് ലിക്വിഡ് ഫണ്ട് പ്ലസ് മറ്റുള്ള ഡെറ്റ് ഫണ്ട് എന്നുള്ള കോമ്പിനേഷനിലോ നിങ്ങൾക്ക് നിശ്ചയിക്കാം. അത് നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. അപ്പൊ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡയറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്.